കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഒരു പയ്യൻ അന്യായ മോട്ടിവേഷൻ അങ്ങ് നടത്തുകയാണ്. നിങ്ങൾ ഈ സിസ്റ്റമാറ്റിക് എഡ്യൂക്കേഷൻ ഒന്നും ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളിപ്പം കോളേജിലൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് ബിസിനസ്സിൻ്റെ പുറകേക്ക് പോവുക, അതാണ് നിങ്ങളുടെ ലൈഫ്. അതേപോലെ തന്നെ ഉദാഹരണങ്ങളായിട്ട് പറയുന്നതോ കോളേജ് ഡ്രോപ്പ് ഔട്ട്സായ സ്റ്റീവ് ജോബ്സിനെയും മാർക്ക് സക്കർബർഗിനെയും ബിൽ ഗേറ്റ്സിനെയും പിന്നെ അതേപോലെ നമ്മുടെ ഇലോൺ മസ്കിനെയൊക്കെയാണ്. ഈ പയ്യൻ്റെ വാക്കുകൾ കേട്ട് ഇൻഫ്ലുവൻസ് ആവുന്ന ആൾക്കാരോടാണ് എനിക്കിത് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം, ഇവരൊക്കെ കോളേജ് ഡ്രോപ്പ് ഔട്ട്സ് തന്നെയാണ്. പക്ഷേ ഇവരൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത് തന്നെ ലോകത്തിലെ തന്നെ നമ്പർ 1 യൂണിവേഴ്സിറ്റീസിലാണ്. ഇലോൺ മസ്ക് ആണെന്നുണ്ടെങ്കിൽ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലും, അതുപോലെ തന്നെ മാർക്ക് സക്കർബർഗ് ആണെന്നുണ്ടെങ്കിൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലും പഠിച്ച ആളാണ്. അതേപോലെ ബിൽ ഗേറ്റ്സ് ആണെന്നുണ്ടെങ്കിലും സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി പഠിച്ച ആളാണ്. സോ ഇവർക്കൊക്കെ അക്കാദമിക്സിൽ അത്രത്തോളം ക്വാളിറ്റി ഉണ്ടായതുകൊണ്ടാണ് ഇവർക്ക് ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ തന്നെ കിട്ടിയത്. ആവശ്യത്തിലധികം ക്വാളിഫിക്കേഷൻ ഏൺ ചെയ്തിട്ടാണ് അവർ കോളേജ് ഡ്രോപ്പ് ഔട്ട് ആയിട്ട് അവരൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. അല്ലാതെ വെറുതെ ഒരു ദിവസം രാവിലെ ഇൻസ്റ്റഗ്രാമിൽ ഏതോ ഒരുത്തം വന്ന് പറഞ്ഞത് ചെവിയിൽ കയറ്റിയിട്ട് അവർ ചുമ്മാതെ പോയി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരല്ല. അവർ ഒരു വെൽ പ്ലാൻ്റെ പുറത്താണ് അവർ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. സോ വെറുതെ ഇൻസ്റ്റഗ്രാമിൽ വല്ലവരും ഒക്കെ വന്ന് പറയുന്നതും കേട്ട് മര്യാദയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കോളേജും ഡ്രോപ്പ് ഔട്ടായിട്ട് വീട്ടിൽ കുത്തിയിരുന്നിട്ട് ബിസിനസ് തുടങ്ങാമെന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. ബിസിനസ്സിലാണ് നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി വ്യക്തമായിട്ട് പഠിച്ചിട്ട് വേണം ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. വെറുതെ നമുക്ക് ഒന്നിലോട്ടും എടുത്ത് ചാടാൻ പറ്റത്തില്ല. നിങ്ങളുടെ പാഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത് ഫോളോ ചെയ്യുക. ഇന്നൊരുത്തൻ്റെ വാക്ക് കേട്ട് നിങ്ങൾ വേറൊന്നിന് പോയി കഴിഞ്ഞാൽ നിങ്ങൾ നാളെ മറ്റൊരുത്തൻ്റെ വാക്ക് കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങൾ അതും കളഞ്ഞിട്ട് വേറെ ഇതിൻ്റെ പുറകെ പോകും. സോ നമ്മുടെ മൈൻഡിനെ നമ്മൾ വേണം തീരുമാനിക്കാൻ. നിങ്ങളുടെ ആഗ്രഹം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ പുറകെ പോവുക. 22 വർഷം നിങ്ങൾ എങ്ങനെയെങ്കിലും പഠിച്ചിട്ട് കാര്യമില്ല. 22 വർഷം നിങ്ങൾ പഠിക്കേണ്ട രീതിയിൽ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്തേണ്ടടുത്ത് എത്തുകയും ചെയ്യും. കാരണം ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളവർ ലൈഫിൽ രക്ഷപ്പെട്ടിട്ടുമുണ്ട്.